നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയത് ഇന്ത്യക്ക് പണി തരാൻ വേണ്ടിയാണോ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് ട്രംപിന്റെ പോക്ക്. ആദ്യം അധിക തീരുവ, പിന്നീട് പിഴ തീരുവ. ഇപ്പോ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് 100% തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ഇത് ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വരുമെന്നാണ് വിവരം. ലോക വ്യാപാര ഭൂപടത്തെ ഉലച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടം വീണ്ടും ഒരു ഇടിത്തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ പ്രഹരം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയെ മാത്രമല്ല, ലോകത്തിനെ കൂടിയാണ്. ഒക്ടോബർ 1 മുതൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് 100% തീരുവ പ്രഖ്യാപിച്ച ഈ തീരുമാനം തികച്ചും ഒരു വലിയ അന്യായം തന്നെയാണ്. ഇന്ത്യയുടെ 77,000 കോടി രൂപയുടെ മരുന്ന് കയറ്റുമതിയുടെ നെഞ്ചിലേക്കാണ് അമേരിക്ക ഈ വാൾ കുത്തിയിറക്കിയിരിക്കുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്ന നയവുമായി ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ ലോകാരോഗ്യ മേഖലയെ ആശങ്കയിലാഴ്ത്തുന്ന ഈ നടപടിക്ക് പിന്നിലെ ലക്ഷ്യം എന്താണ്? വ്യാപാര യുദ്ധം പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യ അമേരിക്ക ബന്ധം എവിടെ എത്തി നിൽക്കുന്നു ഇപ്പോൾ? ട്രക്കുകൾ, അടുക്കള ക്യാബിനറ്റുകൾ തുടങ്ങി ബ്രാൻഡഡ് മരുന്നുകൾക്ക് വരെ തീരുവ പ്രഖ്യാപിച്ച ട്രംപിന്റെ നീക്കം അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഏറ്റവും വലിയ ആയുധ പ്രയോഗമാണ്. ഇന്ത്യയുടെ മരുന്ന് കയറ്റുമതിയിൽ 31% വിഹിതമുള്ള അമേരിക്കൻ വിപണി അടച്ചുപൂട്ടുമ്പോൾ പ്രതിവർഷം $870 കോടി വരുമാനമാണ് പ്രതിസന്ധിയിലാകുന്നത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ദുരിതം അനുഭവിക്കുക കുറഞ്ഞ വിലയ്ക്ക് ജീവൻ രക്ഷാ മരുന്നുകൾക്കായി ഇന്ത്യയെ ആശ്രയിക്കുന്ന സാധാരണ അമേരിക്കൻ പൗരന്മാരാകും. ലോകത്തിലെ ഫാർമസി എന്ന നിലയിൽ കുറഞ്ഞ വിലയ്ക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ നൽകി ലോകാരോഗ്യത്തിന് ഇന്ത്യ നൽകുന്ന സംഭാവനയെ തകർക്കാനാണ് ട്രംപിന്റെ ശ്രമം. ഇത് വെറുമൊരു വ്യാപാര യുദ്ധം മാത്രമല്ല, മാനുഷികതയുടെ മേലുള്ള കടന്നുകയറ്റം കൂടിയാണ്. അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളോടുള്ള ഈ അവഹേളനം അമേരിക്കയുടെ ലോക നേതൃത്വ പദവിക്ക് കളങ്കമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അമേരിക്കൻ ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തെക്കാൾ ട്രംപിന് വലുത് രാഷ്ട്രീയപരമായ താല്പര്യങ്ങളും സ്വന്തം രാജ്യത്തെ കോർപ്പറേറ്റ് ലോബികളുടെ സംരക്ഷണവും മാത്രമാണ്. കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് ലഭിക്കുമ്പോൾ ലാഭം കുറയുന്ന ഫാർമസ്യൂട്ടിക്കൽ ഭീമന്മാരെ തൃപ്തിപ്പെടുത്താനുള്ള കുറുക്കുവഴിയാണിത്. ഈ തീരുമാനം നടപ്പിലായാൽ ആയിരക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികളുടെ ഉപജീവനമാർഗം കൂടി അവതാളത്തിലായേക്കാം. മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളുടെ ആഗോള വിശ്വാസ്യതയ്ക്ക് നേരിട്ടുള്ള ഒരു ആക്രമണം കൂടിയായി നാം ഇതിനെ കാണേണ്ടതുണ്ട്. ട്രംപ് നടത്തുന്ന ഈ വ്യാപാര ഭീഷണികൾ ഒരു സൗഹൃദ രാജ്യത്തോട് കാണിക്കേണ്ട മര്യാദയ്ക്ക് ചേർന്നതല്ല. പകരം ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ കൂടുതൽ കൈപ്പേറിയ ഓർമ്മകൾ മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. അമേരിക്കയുടെ ഈ അടഞ്ഞ വാതിൽ നയം ലോകാരോഗ്യ രംഗത്തെ സഹകരണത്തിന്റെ പ്രാധാന്യത്തെ കൂടി ഇല്ലാതാക്കുന്ന ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫാർമസി എന്ന നമ്മുടെ സ്ഥാനം നിലനിർത്താൻ ശക്തമായ ഒരു ബദൽ തന്ത്രം ഇന്ത്യ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. ട്രംപിന്റെ പുതിയ തീരുവ പ്രഖ്യാപനം ഇന്ത്യയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുകയാണ്. ട്രംപിന്റെ ഈ 100% തീരുവ വെറുമൊരു വ്യാപാര നിയമങ്ങളുടെ ലംഘനം മാത്രമല്ല, അമേരിക്കൻ സ്വാർത്ഥതയുടെയും ഏകാധിപത്യത്തിന്റെയും ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ്. ഈ വെല്ലുവിളി അതിജീവിക്കാൻ ഇന്ത്യ തന്റേടത്തോടെയും തന്ത്രപരമായും ബദൽ വിപണികളിലേക്ക് തിരിയുകയും ലോകാരോഗ്യ രംഗത്തെ തന്റെ പ്രബല സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ട്രംപിന്റെ ഇത്തരം നടപടികൾ ഇന്ത്യയെ അമേരിക്കയിൽ നിന്ന് അകറ്റാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ലോകം മുഴുവൻ ഇതിന്റെ ഫലം അനുഭവിക്കേണ്ടിയും വരും. കാരണം അമേരിക്ക പോലൊരു വലിയ രാജ്യം എടുക്കുന്ന തീരുമാനങ്ങൾ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒന്നുകൂടിയാണ്. ട്രംപ് എന്നാണ് ഇതൊക്കെ ഒന്ന് തിരിച്ചറിയുന്നത്? ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.